ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ ആയിട്ടാണ് ഗൈസ്. ഞാനിന്ന് പറയാം നിങ്ങൾക്ക് എടുത്തിട്ട് കൊടുക്കാം ഗൈസ്. ഞാൻ ചുമ്മാ രാവിലെ ഓഫ് ക്യാമറയിൽ ഞാൻ അങ്ങോട്ട് കുറേ പോയിട്ടാണ് പറയണൊക്കെ. ഇങ്ങോട്ട് ഞാൻ കുറേ പോയപ്പോൾ ഒരു കാര്യം കണ്ടു ഗൈസ്. ഞാനൊരു വില്ലേജ് കണ്ടുപിടിച്ചു ഗൈസ്. പക്ഷേ ഞാൻ ഇപ്പോൾ വേറെ സ്ഥലത്തേക്കാണ്. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ തിരിച്ചു വന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് ചെല്ലാം ഗൈസ്. ഇങ്ങോട്ട് ഗൈസ് നമുക്ക് ചെന്നിട്ട് കാണാം. ചെല്ലണ്ട, നമുക്കത് പോവാം. നമുക്ക് നേരെ പോകുമ്പോൾ ഇപ്പോൾ ഇരുട്ടാണ്. ലാഗ് അടിക്കണ്ടേ? പയ്യക്ക് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിരുന്നു ചുമ്മാ ഈ വഴി നടന്നു പോയപ്പോൾ എനിക്ക് കിടന്നു കൊടുക്കട്ടെ. ലാഗ് അടിക്കണ്ട, എനിക്ക് ലാഗ് അടിക്കണ്ട. ചില ലാഗ് ഉണ്ടാവും. ഈ റിസോഴ്സ് പാക്ക് അങ്ങനത്തെ റിസോഴ്സ് പാക്കിന് നല്ല ലാഗ് ഉണ്ട്. റീൽ സ്റ്റിക്കുണ്ട്. ഞാൻ അതിൽ കാര്യം ചെയ്യാം. അതിൻ്റെ ഒപ്പം ആ വില്ലേജിൻ്റെ ഒപ്പം വേറൊരു ഐറ്റം കൂടി ഉണ്ട്. അത് കണ്ടാൽ നിങ്ങൾ ഉറപ്പാണ്. ഞാൻ നല്ലോണം നെട്ടി. എൻ്റെ നെഞ്ചടിച്ചു എന്ന് പറയാം. അത്ര നല്ല സെറ്റപ്പ് ആണ്. ഞാൻ കാണിച്ചു തരാം ആ വില്ലേജിൻ്റെ ലുക്കും. ഇപ്പോൾ വേണമെങ്കിൽ കാണാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ കാണില്ല. തിരുവടി പോകണം. ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ വഴി പറഞ്ഞു കിട്ടുക പറയാം. ഞാനൊരു അടയാളം വെച്ചിട്ടുണ്ട്. അടയാളം കാണാൻ പറ്റുമെങ്കിൽ കാണാം. ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു അടയാളം. ഇങ്ങോട്ടാണ് വന്നത് ഞാൻ. അടയാളം വെച്ചിട്ടുണ്ട്. പക്ഷെ അടയാളം ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ലീഫ്സുള്ള സ്ഥലത്തേക്ക് അവിടെ കണ്ടാൽ വെച്ചിട്ടുണ്ട്. അയ്യോ, ഈ റിവ്യൂ കഴിക്കണം. വീട്ടിൽ സമയമുണ്ട്. സ്ഥലം കുറേ ഇനിയും കുറേ സ്ഥലം പോകാനുണ്ട്. ഈ റിവ്യൂവിനൊക്കെ കഴിയണം. ഈ റിവ്യൂ കഴിഞ്ഞിട്ട് ഞാനൊരു മുകളോട്ട് സ്പ്ലൈ ഗ്ലാസ് വെച്ച് നോക്കാനായിട്ട് ഇതൊക്കെ ഇത്തിരി ചെയ്യണം. പോരെ നേരെ തന്നെ പോവാം. ഇതുണ്ട്, ഇത് ഞാൻ വെച്ചാണ് കേട്ടോ. ഞാൻ വെച്ചാണത്. കിട്ടി. ഇവിടെ കൊണ്ടൊരു അടയാളം വച്ചായിരുന്നല്ലോ. അതെ, എൻ്റെ അടയാളം. നിങ്ങളത് കണ്ടാൽ നെട്ടും. എൻ്റെ S25 അൾട്രാ ഏലി. ഇപ്പോൾ ആ ചെറിയ ബോസ് മാത്രമില്ലേ, ബാക്കി കണ്ടാൽ നിങ്ങൾ നെട്ടും. അയ്യോ, ഇവിടെ കൂടെ ആണല്ലോ. അയ്യോ, ഇതല്ലേ മലയാള വഴി തെറ്റിയാന്നൊരു സംശയമില്ലാതില്ല. ഈ ലാവാക്കുളം കഴിയണം. ഓക്കെ ഇനിയും പോകാനുണ്ട്, കുറേ ദൂരമുണ്ട്. ഈ ലാവാക്കുളം കഴിയണം. ഈ മരം കഴിയണം. ഈ മരം കഴിഞ്ഞ് പോകണം. ഈ മരം ഉണ്ടായിരുന്നു. അയ്യോ, കോർഡിനേറ്റ് ചെയ്തിരിക്കണ്ടായിരുന്നു കേട്ടോ. അല്ല വെയിറ്റ്. കിട്ടി. സ്ഥലം കിട്ടി. ഇത് അതാണ് നമ്മളെ വില്ലേജ് ഉള്ളത്. ഇത്തിരി കൂടി പോകണം. ഇത് അതിൻ്റെ അവിടെ കൊണ്ട് വില്ലേജ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ വില്ലേജാണ്. S25 അൾട്രാ ഇതിനകത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. 100 സൂമാണ് ചെയ്യാം. എൻ്റെ ഇത് സ്പൈ കാസിന് 100 സൂമാണ് എൻ്റെ സ്പൈ കാസ്. അത്രയും പവർഫുള്ളാണ്. നോക്കി കണ്ടോ ആകാശം കാണാം. ഇപ്പം ഇനി സോളാർ കാണാം. ഇനി എന്താണ് ഈ കാണാം. പക്ഷേ വില്ലേജ് കണ്ടോ കേട്ടോ. വില്ലേജ് ഞാൻ കണ്ടാണ്, സത്യം പറയാം. അത് ഒറിജിനലാണ്. എത്തി. ഇവിടെ തിരുവടി പോകണം. ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ കോർഡിനേറ്റ് ചെയ്തെടുക്കണമായിരുന്നു. മറന്നുപോയി. പെട്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ പാക്കറ്റ് വീട്ടിലോട്ട് പോകും. കോർഡിനേറ്റ് ചെയ്തില്ല. സ്ഥലവും പറഞ്ഞു ഞാൻ ഓർത്തില്ല. അതാണ് S25 അൾട്രാ ഓൺ ചെയ്യണോ? ഇത് ചെറിയതല്ല. വില്ലേജ് ഇട്ടാൽ മതി. എൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് ഹൈയിലാണ് കേട്ടോ. ഞാൻ പോയി നോക്കട്ടെ. റെൻഡർ ഡിസ്റ്റൻസ് ഹൈയിലാണ്. വില്ലേജ് ആയാലും കാണാൻ നോക്കട്ടെ. അടയാളം വെച്ചിരുന്നല്ലോ. ഇത് കൂടിയ ഹൈറ്റ് പോവാം. ഉറപ്പി ഇതല്ല, തെറ്റിപ്പോയി. മുളടിയിലോട്ട് പോകാം. കണ്ടെടുത്താണ് ഗൈസ്. ഇത് ഞാൻ ഓർക്കുന്നു.
അതിനോ അയ്യേ അതിനോ ആ കിട്ടി സ്ഥലം കിട്ടി. ഈ ഞാൻ വെച്ച ബ്ലോക്കാണ് ഗൈസ്, അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ വെച്ച ബ്ലോക്കാണത്. ഞാൻ ഇവിടെ ഒന്ന് നോക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇത് ചെറിയ ബ്ലോസം ഇത് കണ്ടില്ലല്ലോ ഒന്ന്. നേരെ പോകുമ്പോൾ നേരെ പോയി നോക്കാം. കറക്റ്റ് പോയി വീടിൻ്റെ കോർഡിനേറ്റ്സ് എൻ്റെ ഉണ്ട്, അത് വഴിക്ക് പോവും. വീടിൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് വീട്ടിലാണ്. പക്ഷേ ഞാൻ വെച്ച ബ്ലോക്കാണെന്ന് സംശയമില്ല, കാരണം ഞാനിങ്ങനെ ഒരു മുകളോട്ട് നോക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ടുണ്ടേ, സത്യമാണ്. വീട്ടിൽ ഞാൻ നേരെ പോയി നോക്കട്ടെ. നേരെ കുഴിയ ചെറിയ ഫോണില്ല. യെസ്, ഇവിടെ കണ്ടേ കുന്നിൻ്റെ മുകളിലാണ് വില്ലേജ് ഇരുന്നത്. അല്ലെങ്കിൽ വേറെ വില്ലേജ് കണ്ടുപിടിക്കാം. ചെറിയ ബ്ലോസം, ഒരു വലിയ ചെറിയ ബ്ലോസം ഇതൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ഉണ്ട്, ഭയമാണ് ഫോറസ്റ്റ്. അത് നോക്കാനും പറ്റിയില്ല. അന്ന് വീട് എടുത്തായിരുന്നു, ഞാൻ ഇൻട്രോ പിന്നെ എടുത്തായിരുന്നു. ശേ ഗൈസ്, ഞാൻ മറന്നു പോയി ഗൈസ്, സോറി. ഇനി ഫൈൻഡ് ചെയ്യാൻ ഈ പാടാണ് ഇപ്പോൾ. നമ്മുടെ വില്ലേജ് വേണ്ട, ഇത് കിടക്കണ വില്ലേജ്. ഇതേതാ വില്ലേജ്? എനിക്കറിയാമല്ലോ, ഇതല്ല നമ്മുടെ വില്ലേജ്. ആ വില്ലേജ് സെറ്റപ്പ് വില്ലേജ് ആയിരുന്നു. പോയി നോക്കാം. അയ്യ ഡ്രോൺ ഉണ്ടല്ലോ. കൂടെ 24 അൾട്ര എടുത്തിട്ട് ഇതൊന്നും ചേട്ടാ. ഐ ഇത് ഗൈസ്, ഇതന്നെയാണ് ഗൈസ്, ഇതാണ്. ഓ അയ്യോ ഇതെന്താ? ഇതാണ് ഞാൻ അന്വേഷിച്ചിരിക്കുന്നത്. ദേ ഇവിടെ വെച്ചാണ് ഞാൻ ഈ വില്ലേജ് കണ്ടത്. S25 നോക്കിയപ്പോൾ കണ്ടോ, നോക്കി കോർഡിനേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് പോകില്ല, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടെങ്കിലും എടുക്കും. ഗൈസ്, ഇത് വലിയൊരു ചെറിയ ബ്ലോസം ഭയമാണ്. പക്ഷെ ഞാനിങ്ങനെ അങ്ങനെ കൊണ്ടുപോകും. നേരെ പോയി നമ്മുടെ റിവറൊക്കെ കണ്ടു കേട്ടോ. നോക്കട്ടെ, ഈ മല ഒരെണ്ണത്തിന് രണ്ടുപേരെ കൊണ്ടുവരാം. ഇതിൻ്റെ ഇതെടുത്തേക്കാം, പിന്നെ ലൂട്ട് കൊടുക്കാം. അയ്യോ ടാസ്ക് ആണല്ലോ. ഞാൻ ഇവിടെ വരെ വന്നിട്ട് ഞാൻ ബാക്ക് അടിച്ച് പോയി. എൻ്റെ വീടിൻ്റെ കോർഡിനേറ്റ് ഉണ്ട് എൻ്റെ. അയ്യോ ഡാമേജ് അടിച്ച്, ഡാമേജ് കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ കുതിരനിട്ടാണ് വില്ലേജ് വന്നപ്പോൾ നല്ല ലാഗുണ്ട്. തേച്ച് ഹേബലൊന്നും നമുക്കുണ്ടോ എടുക്കണം, നമുക്ക് പിന്നെ എടുക്കാം. എനിക്കിപ്പോൾ 2 വില്ലേജറിന് വേണ്ടേ. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ചെറിയ ബ്ലോസം ഭയമൂലം ഉണ്ടത്. സത്യം പറയുക ഭയമാണ് തോന്നുന്നത്. ഇതിപ്പോൾ മുകളോട്ട് എങ്ങനെ പോവും? ഇതിപ്പോൾ മുകളോട്ട് പോകല. ഇവിടെ കുറേ വീറ്റുണ്ട്. ഇത് കുറേ വീറ്റുണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ സീഡും കിട്ടി, വീറ്റും കിട്ടി. ഇതൊന്നൊരു വില്ലേജർ വീടറിന് ഞാൻ എന്ത് അമാരി കൊടുക്കുമെന്ന് വെച്ചാൽ ചെയ്യണമായിരുന്നു. ഇത് കിട്ടി, വീറ്റ് കിട്ടി നമുക്ക്. വീറ്റ് കൊടുത്താൽ അപ്പോൾ എൻ്റെ കമ്പോസ്റ്റർ ഞാൻ പൊടിച്ചോളാം. സോറി കമ്പോസ്റ്റർ എനിക്ക് വേണം. ഞാൻ അതുകൊണ്ട് പറയണേ. ബൈ. മുകളിട്ട് ഞാൻ അതേപോലെ കൂടി കയറും. ഓ ഗൈസ്, സത്യം നമ്മൾ ഫൈൻഡ് ചെയ്തു. നമ്മൾ മാത്രം പ്രോയാണ് പ്രോ. തീയാ ഇവിടെ നേരത്തെ വന്നതല്ല. അയ്യോ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ലാഗ് അടിക്കണേ. ഈ കാര്യം ചെയ്താലേ ഈ ഇട്ടയപ്പോൾ തന്നെ കണ്ടു പോകും. അങ്ങോട്ടൊന്ന് പോയാൽ ഇവിടെ ബ്ലാക്ക് സ്മിത്തും ഇല്ലേ?
ബ്ലാക്ക് സ്മിത്ത് ഇല്ലേ? അയങ്കോളും അയങ്കോളും വടി ഓപ്പൻ അയങ്കോളും വടി ഓപ്പൻ. അയ്യോ എന്താ അയങ്കോളത്തിന് അങ്ങനെ ആക്കി വെച്ചേ? വില്ലേജറെ പോകാൻ വെച്ചാൽ അതേ രീതിയിൽ രണ്ടെണ്ണം. ഓ വയസ്സ് പോട്ടില്ല. ഹലോ ബ്രോ, ഞാൻ ഈ 2 ബുട്ട് എടുക്കണ്ടേ? നീ ഒന്ന് കണ്ണടിച്ചിട്ടേ. അതുകൊണ്ട് ഇത് എടുക്കാം. ഈ ബുക്കാ ഇരുന്നോട്ടെ, വേറൊന്നും വേണ്ട. കൊമ്പസ്റ്റ് ബോട്ടുണ്ട്, ക്രാഫ്റ്റിൻ്റെ കൂടെ 2 ബോട്ടും കൂടി ഉണ്ട്. 2 ബോട്ടാണ്, 2 വില്ലേജർ, 2 വില്ലേജർ മതി. ബാക്കി സുധിനെ ഏൽപ്പിച്ചോളാം. സുധിയനല്ല, കോപ്പറേറ്റ് ചെയ്തത് സുധിയനല്ല. ഞാൻ സുധിയനെ വീഡിയോ കാണാറുണ്ട് കേട്ടോ. ഫുൾ സെറ്റപ്പാണ്. ഇതുണ്ടാകട്ടോ. 2 ബോട്ടുണ്ടാക്കി. 2 ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഇടുന്നോ? ബൈ കം 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 വാ, കേറിക്കോ. വാട്ട് യു ഹാപ്പൻ? കേറ്. ഓക്കെ താങ്ക്സ്. യു ഗുഡ്. എടാ ലീഷ് എടുത്തില്ല. യു അഗെയിൻ കയറാവേ. അവിടെ വേണം. ഒരു ഡാമേജ് കിട്ടിയോ? കോഴിയാ? ബ്രോ എനിക്ക് ഇരിക്കണേ, ഞാൻ തരാം. ഞാൻ കയറണ്ട, എന്നാ ഇരുന്നു. എന്താടാ നീ അതിൻ്റെ അടുത്ത്? നീ അതിനകത്ത് കയറി. ഇരിയടാ. ഇരിയടാ. ഓ സോറി. പോലെ ഈ മെറുപ്പാണ്. തോളൂ. അതാ കോഴിക്കോടാ. കടത്തണൂടെ? ലീഷ് എടുത്തോണ്ടെങ്കിൽ 2 പേരെ ഇപ്പോൾ കൊണ്ടുവരായിരുന്നേ. ഒരു തീർക്കാം ആദ്യം. ഓക്കെ, 331 310 ബ്ലോക്ക് ഞാൻ പോകുന്നത്. ഞാൻ വരാം. വഴിയൊന്നും കണ്ടിരിക്കട്ടെ. ഞാൻ ബോട്ടിൽ വരാം. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ വരും. അയ്യോ ഡാമേജ് അടിക്കുമോ? എടാ നീ എന്താ തിരിച്ചു? ഇതിനകത്തുള്ള ജോലി പിടിച്ച്. എടാ ക്ലക്കർ ഇപ്പളാ വില്ലേജ് വെക്കണമല്ല, ശരിയല്ല. വീണ്ടും ഏതൊരു തന്നെ പിടിച്ച്. എടാ ഇവിടുത്തെ എൻ്റെ വില്ലേജ് ഞാൻ കത്തിക്കൊണ്ടായിരുന്നു. ഇപ്പം കയറിക്കണം തുടങ്ങിയല്ലേ നീ? പോവാ. ധൂമചാലേ വില്ലേജേ. എടാ വില്ലേജേ, എനിക്ക് സ്പീഡിൽ പോണേ പേടിയുണ്ടാ? നീ പോ. അയ്യോ കൈവനൊക്കെ എവിടെ? അങ്ങോട്ടാ പോണേ? ഓട്. ഇതിപ്പോൾ ഇങ്ങോട്ട് എത്തണേ? അയ്യോ ഇത് പൊട്ടന്മാരെ നീ ലീഷിടാനും പറ്റൂല. എന്ത് ചെയ്യും മോനെ? എങ്ങനെ കൂടി പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് റിവർ ഉണ്ട്. ഇതെന്തോ ഐലൻഡൊക്കെയാണ്. റിവർ ഉണ്ട്, നമുക്ക് നോക്കാം. എവിടെയും ചെന്നെത്തും അല്ലടാ, എവിടെയും ചെന്നെത്തും കൈസ. അല്ലേ അവിടെ പോവാൻ കോർഡിനേറ്റ് ചെയ്തിരുന്നുണ്ട് ഇവിടുത്തെ. നമുക്ക് ഇതിലൂടെ പോവാം. S24 ഇവിടെ വേണ്ട. S24 എടുത്തിട്ട് S24 നേരെ പോകും. വില്ലേജറൊന്നും പറ്റില്ലല്ലോ.
ഇനി എൻ്റെ 24 എങ്ങോട്ടാണ് അടിക്കണേ? അവിടെ മാപ്പ് നമുക്കൊരു എൻ്റെ 24 അങ്ങോട്ടാണ് തിരി പറ്റി. എന്താടാ അതാണ് നിൻ്റെ വില്ലേജ്? എനിക്ക് S24 ആണോ? വേണ്ട അപ്പോൾ ലേറ്റസ്റ്റ് മോഡലാണ്. ഇത് നമ്മളിവിടെ എത്തി. ഇത് ഏതാ വില്ലേജ്? വേറെ വില്ലേജാ? ആ വില്ലേജിൻ്റെ ബാക്കാണ്. ഓ ഞാൻ ഇപ്പോൾ നോക്കി നോക്കി പഠിച്ചേ. ചിരികൾ എനിക്ക് ഇവിടെ ഒരു റെവീനോ എന്തോ ഉണ്ടല്ലോ. ഇത് അതെ ഇവിടെ കൂടി പോയി ചിലപ്പോൾ എത്തും വേണോ? ഈ റെവീ എൻ്റെ ആളോടെ എടാ അമ്മ എവിടെയൊക്കെ വെച്ചെത്തൂട്ടോ. എനിക്ക് വയ്യ അറിയാലേ, എനിക്ക് ഈ ദേശത്തെ വയ്യ അറിയാൻ പാടില്ലേ. അവിടെ ബൈക്കുണ്ടോ? ഇതെങ്കിലും ഇങ്ങോട്ട് പോണേ. അയിനോ യൂനോ നമുക്ക് എന്തായാലും എവിടെയെങ്കിലൊക്കെ എത്തും. റിവൈൻ ഫോൺ ചെയ്യുമോ? എന്തായാലും നമ്മുടെ വീട് റിവൈൻ്റെ അടുത്താണ്. റിവൈനല്ല ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ എത്തും. ഇത് നമ്മുടെ ഭയം കേട്ട് പോയിട്ടില്ല. അയ്യോ ഈ ബോട്ടാണെങ്കിൽ ഒന്നാമത്തെ പാട്. പിന്നെ ലീഷ് എടുക്കാൻ പറഞ്ഞേ, എന്നിട്ടാണ് വില്ലേജർ എടുക്കാൻ വന്നത്. ലീഷ് വെച്ച് ബോട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇല്ലാതെ കഷ്ടപ്പാടേ. സത്യം പറഞ്ഞാൽ വില്ലേജറെ കൊണ്ടുതന്നെയാണ് ടാസ്ക്. എടുക്കത്തെ ടാസ്ക് മലയൊക്കെ ഏതാണെന്ന് എനിക്കറിയൂടോ. ഞാൻ കോർഡിനേറ്റ് തപ്പ് എടുക്കണം. ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തന്നെ 20 മിനിറ്റ് ഞാൻ എത്തിയിട്ടാണ്. വില്ലേജ് ഇന്ന് ഹാങ്ങാണ്. അയ്യോ അമ്മ മറ്റേ സ്ഥലത്ത് തന്നെ വന്നാ ഇവനെ തട്ടിക്കൊണ്ടെന്ന് ചത്താ. ഇനിയിപ്പോൾ ഞാൻ എവിടെ ബാക്ക് ഒപ്പില്ല ഡാമേജ് അടിച്ചോ? അടിച്ചോലെ തന്നെ എടാ പിടിച്ചിരുന്നു. എനിക്ക് ഓടിയാലോ മൈൻക്രാഫ്റ്റ് ഇതേത് വില്ലേജ്? രണ്ടാമത്തെ വില്ലേജ് എത്തി. ഇതേത് വില്ലേജ് എനിക്ക് തന്നെ അറിയാം. ഈ റിവ്യൂലോട്ട് ഒന്ന് കിടക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കാം. ഈ റിവ്യൂ ബൈ വില്ലേജർ ബൈ ഇവിടെ തന്നെ ബെഡ് വെച്ചോടാ. ഒന്ന് കൂടാ ഈ റിവ്യൂ. പോട്ടെ ഇവിടെ കണ്ടെത്തി. ഈ സ്ഥലം അറിയുള്ളൂ. സത്യം പറയാം, എനിക്ക് സ്ഥലം അറിയാൻ പാടുള്ളൂ. ഞാൻ മറന്നു കോർഡിനേറ്റ് നോക്കിയിട്ട് കാണാമല്ല. അതിലെത്തിയിട്ട് കാണാം. നേരെ പോയി വെക്കാം. വില്ലേജ് കണ്ട അപ്ഡേറ്റ് ചെയ്യാം. ഇതൊന്നും നമ്മളറിയില്ല.
ഞാൻ എവിടെ എത്തി? ഏതോ ഗുദ്ദാമിലാണ് ഈ ഗുദ്ദാമ്. ഞാൻ എത്തിയിട്ടാ. ഞാനെന്തൊക്കെയാണോ ചെയ്യൂ ഗൈസ്. 24 അൾട്രാ. എൻ്റെ വീട് 20 അൾട്രാ 24 അൾട്രാ. പക്ഷെ ഇവനങ്ങനെ മോട്ട് ബൈ ഇവന് മോട്ടറും. പിന്നെ ഏതോ വില്ലേജിൽ ചെന്നപ്പോൾ ഇവൻ്റെ കളറോ എന്തോ മാറ്റി. എനിക്കെന്തോ പറ്റി. നോക്കിയേ വളർത്തിരിക്കുന്നത്. ആ എൻ്റെ വയസ്സിലെത്തിയപ്പോഴാണ് സത്യം പറയടാ അവനെ കയറ്റി. അയ്യോ നീ കാണാത്തൊരു സെറ്റപ്പ് പൈസ കൂടി ഉണ്ട്. ഇവിടെ ഉണ്ട്. നീ ഒരുത്തിനും കൂടി കണ്ടിട്ട് ഞാൻ വീഡിയോ ഉണ്ട് ചേട്ടാ. ഒരുത്തിനും കൂടി കണ്ടിട്ട് ഞാൻ വീഡിയോ ഉണ്ട് കാണിച്ചു തരാം. അയ്യോ മുന്നോട്ട് അങ്ങനെ കയറും. സ്ഥലം ഈ കാര്യം ചെയ്യും. സ്ഥലം ഉണ്ടാകട്ടെ. വില്ലേജറിന് ഇവിടെ കയറ്റി സ്ഥലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് എന്നൊരു വിച്ചൊന്നും അറ്റാക്ക് ചെയ്തതാണ് ഞാൻ പൊസിഷൻ കഴിക്കണേ. കുഴപ്പമില്ല, നമുക്ക് ദൈവനെ കൊണ്ടുപോവാം. ഇവിടെ അയ്യോ ലീശിലല്ലേ. എടാ വീട്ടിൽ ലീശ് എടുത്തുകൊണ്ടുവരാം. ഇപ്പോൾ രാത്രിയാവോ? ചെല്ലു രാത്രി കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങും. ഇരുട്ടായി തുടങ്ങി. ഗേസ് എന്താ ചെയ്യുമെന്ന് ഈശോടെ ഈശോ തൊക്കർ ഈശോട് പോയി. ഗേസ് ലീശ കാണാനില്ല. തപ്പിട്ടില്ല. എന്തല്ലോ അയ്യോ ഇരിക്കട്ടെ. ആ ഓക്കെ നല്ല കാര്യം. ഈ ടണലിൽ കൂടി പോവാം. ഈ ടണൽ നമുക്കൊരു എന്തെങ്കിലും ആക്കിയിടും. എന്തിനാണ് സെറ്റ് ചെയ്യണത്? ടണല് സെറ്റപ്പ് ടണലാണ് ചേച്ചിയെ. എൻ്റെ വീടോടെ വീട് വീടല്ല സോറി ഇതോടെ എൻ്റെ പാത്ത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ആളിപ്പോൾ ഇതേ അറ്റത്തുണ്ട്. ഓക്കെ ഇതോട് ഹലോ വൈ ബാബു അടുത്തേക്കുന്നേ. ബോട്ടിലോട്ട് ഇതിലിട്ട് ലീഷ ലീഡ് ട്രേഡല്ല ലിഷ് ബാബു. ഇങ്ങോട്ട് വന്നാൽ പറ അല്ല പറ്റുമോ? ലീഡ് കൂട്ടി ഇതൊരു നടുക്ക് പോകില്ല. ഓ ഇങ്ങോട്ട് വരുന്നതാണ്. ഇതാ അങ്ങനെ പറ്റിയോ? ഇല്ല ഒന്നും പറ്റിയില്ല. ഇതേ അയ്യോ അവൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എങ്ങനെയും മുകളിലോട്ട് കയറണം. മുകളിലോട്ട് കയറിയിട്ട് ലീശിട്ട് വലിക്കണം അവനെ. അതാണ് ടാസ്ക്. നോ നോ എന്താടാ എടാ പോടാ വില്ലേജറിനെ അറ്റാക്കിയോ ഒരു നീ പേടിക്കണം. നീ വന്നേ ആദ്യം വന്നേ നല്ല വീട്.
ഇവന് ഇവിടെ വരെയും കയറിയില്ല, ഒന്നും കയറിയില്ല. ഈശോന്നേ ടാസ്കാണല്ലോ. ഈ രണ്ടുപേര് ഒരു വേളം കൂടി ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് എന്താ ഹൈറ്റിലോട്ട് വരാത്തെ? ആ ശരി, ഒന്നും നടക്കൂല. ഈശോടെ പോയി. ആ എടാ ഇപ്പം എങ്ങനെ കൊണ്ടുവരാനാണ്? അല്ലെങ്കിൽ ഈ 3 ബ്ലോക്ക് കുറച്ചല്ലോ. അവിടുത്തെ 2 ബ്ലോക്കിൽ കയറി നല്ല മറ്റേ അവിടെ വെച്ച് ആ വില്ലേജിൽ വെച്ച് എവിടെ കൂടി അങ്ങനെയല്ല അവനെ കൊണ്ടുവന്നത്. ആ സെക്കൻഡ് വില്ലേജ് കണ്ടുപിടിച്ചപ്പോൾ അവിടെ വെച്ചു. എന്താണത്? ഇത് പൊട്ടിക്കത്തെ ടാസ്ക്കാണ്. ബ്രോ ഒന്ന് വഴിക്കൂടി കയറാമോ? അതൊന്നും പറ്റില്ല. ഒന്നാമത്തെ മലയാണ്, ഇത് മല, അതാണ് പ്രശ്നം. എനിക്ക് കാര്യം ചെയ്താലോ, ഇവിടുത്തെ എല്ലാ ബ്ലോഗും പഠിച്ചങ്ങോട്ട് ഒരു ടണൽ പോലെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. ടണൽ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബോട്ടും കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ അതിനകത്ത് കയറാം. അതിനും ഞാൻ പോയിട്ട് ബെഡ് എടുക്കട്ടെ. അങ്ങനെ രാത്രി ആയാലേ വരാവേ. ഇപ്പം തന്നെ രാത്രി ആവരേ, രാത്രി ആറായി. ഇത് സണ്ണ് നോക്കണോ? സണ്ണ് നോക്കാം, അത് വേണ്ട. സണ്ണ് നോക്കി, അവിടെ സണ്ണിന് നോക്കി ഉണ്ട്. മൈൻക്രാഫ്റ്റിലെ സൺ അതിൻ്റെ ലാവ ഫോം ഫുൾ നട്ടാ. അതിലൊന്ന് ഇടിക്കണം. ഇനി ലാവ ഫോം ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കിയാണ് ഞാൻ ഒബ്സിഡിയനൊക്കെ വേണ്ടി. പിന്നെ ബെഡ് എടുക്കാനേ വന്നു. സൺ പോയി സൺ മറന്നു തുടങ്ങി. ബെഡ് എവിടെ? ബെഡ് എവിടെ? ബെഡ് എടാ ബെഡ് എവിടെ പോയി? അതിനെ കൊള്ളാൻ കയറി കിടന്നു. എങ്ങനെ റീഫോം ചോദിച്ചത് പോണേ കേട്ടാ. നീ പേടിക്കണ്ട, ഞാൻ പോയാ ബെഡ് എന്തെങ്കിലും കൈ വെക്കാം. ഇട്ടോട്ടെ. ഇപ്പോഴാ പോയി ഇല്ലേ? ഇങ്ങോട്ടും വരും, അതറി ഇങ്ങോട്ടും. ഇതിപ്പോൾ എന്താണെന്ന് പറയാൻ എനിക്ക് ആരോടെ നോക്കി പറയാം.
ഗൈസ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ രണ്ട് സ്ഥലത്തും കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കാം. വെള്ളം ബക്കറ്റില്ല, വാട്ടർ ബക്കറ്റ് ഉണ്ടോ? ഇല്ല. ഇട്ടേ എന്നാലും ഇരുട്ടായാല. ഓക്കെ കിടന്നുറങ്ങി. 3 വന്നിട്ടാണ് കിടന്നു. എന്താണ് രാത്രി ഇവിടെ വെളിച്ചം കുറവാണ്. കാരണം എൻ്റെ വീട് ഇത്ര വലിയ വീട് ഇരിക്കണല്ലേ, വെളിച്ചം പോവില്ലേ. നമുക്ക് എന്താ വേണ്ടേ? വെള്ളം ബക്കറ്റ് വാട്ടർ ബക്കറ്റ്. ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. സ്ഥലമില്ലല്ലോ. ഒന്ന് കാണിച്ച ഒന്ന് എൻ്റെ ഇതൊക്കെ ഒന്ന് മരത്തിൻ്റെ കൂടുതൽ മരം കമ്പോസ്റ്റർ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഒരു കമ്പോസ്റ്റർ കൂടി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിക്കോളാം. ഇതൊന്നും വീറ്റ് ബ്രൂയിങ് സ്റ്റാൻഡ് ഇതിനകത്തല്ല. ബ്രഷ് സ്റ്റോണോ അല്ലല്ലോ ഇതല്ലേ? ഇതിനകത്തൊക്കെ ഉണ്ട്. ഞാൻ വില്ലേജറിനെ എൻ്റെ വീട്ടിലോട്ട് ആക്കിയിട്ട് ഞാൻ പോയി ഇതാക്കിക്കോളാം കേട്ടോ. ഞാൻ എന്തായിരുന്നു ഇൻവെർട്ടർ മാനേജ്മെൻറ്റ് ചെയ്തോളാം. അയ്യോ ഞാൻ ഈ വാലടിച്ചിട്ട് വില്ലേജറിന് ഞാൻ ബാക്കിൽ കൂടി കൊണ്ടുവരും. എല്ലാ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരും. ബാക്കിലിടാനാണ് എൻ്റെ തീരുമാനം. കാരണം ഇപ്പം വീടുണ്ടാക്കണവരെ ഞാൻ അവിടെ ഇടും. 2 ആളെ. ഞാനവിടെ അയ്യോ വെള്ളം അതെ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അതൊരു വാട്ടർ സോഴ്സാണേ. ഗൈസ് ഇതൊരു നടക്ക് പോവില്ല. എന്തായാലും കുഴപ്പമില്ല. ഇനി ഓഫ് ക്യാമറയിൽ ഞാൻ വില്ലേജറെ കൊണ്ടുവന്നോളാം. ഓഫ് ക്യാമറയിൽ വില്ലേജറിനെ കൊണ്ടുവന്നോളാം. നോസി എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ സോംബി ഇങ്ങനെ ഒഴിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരാമെന്ന് ഓർത്താണ്. അവൻ പോയി. വില്ലേജർമാർ പൊട്ടന്മാരുണ്ടോ? സത്യം പറയാം, പൊട്ടന്മാരാണ് ഇമാര്. ഇതോട് വിളിച്ചത് ബോട്ടിൽ കയറി ബോട്ട് പൊട്ടിച്ചേ. ബോട്ട് വലിയ മാറ്റിയിട്ട് നമുക്കൊരു ഇതുണ്ടാക്കി വെക്കാം. എന്നിട്ട് ഞാൻ വില്ലേജറെ കൊണ്ടുവരാനായിട്ട് ഒരു പാത്തോലും ഉണ്ടാക്കാം. ഇതെടുത്തിട്ട് ഓക്കെ ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കയറും എന്നാണ് എൻ്റെ വിശ്വാസം. എവിടെ തന്നെ ബോട്ടന്നെ എവിടെ ഇങ്ങനെ മിക്കവാറും ഇവൻ തന്നെ ചെയ്യാനെ കൊന്നത്. മലയല്ലേ ഒരു സോംബിയല്ലേ. എടാ ഇവിടെ എന്തിനാണ് ഇങ്ങനെ വെച്ചേ? പുറത്തേക്ക് പോയേ. അവിടെ എന്തൊരു കുഴപ്പമുണ്ട്. ഇവിടെ അടക്കട്ടെ എന്നാ. ഇവിടെ വെള്ളം വെച്ചടക്കട്ടെ. അങ്ങോട്ട് തിരിച്ചു പോകണം.
ഓക്കെ ഇവിടെ അടച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ കൊണ്ടുവരാം. എടാ എന്താ നിൻ്റെ കുട്ടീനെ കൊല്ലും. അവിടെ ഇരുന്നു നിൻ്റെ കുട്ടീനെ കൊല്ലും. ഈ മരവട്ടങ്ങൾ ഓടി ഒന്ന് പോടാ മോനെ, ഒന്ന് പോ നീ. എനിക്കിട്ടേ അങ്ങനെ ഉണ്ടാവും. പോട്ടെ. അയ്യോ തെറിച്ചു പോണു. അപ്പം ഇവിടെയും ബ്ലോക്ക് ആക്കണം. അങ്ങനെ പറ്റുള്ള. അപ്പം ഇവിടെയും ബ്ലോക്ക് ആക്കണം. എന്ന് വന്നേ സൈഡ് പോയ. അയ്യോ മാറിയൊന്നും. എനിക്ക് ട്രൈഡൻറ്റ് ചോ രണ്ടുപേരുണ്ട്. എടോ ഹാക്കർ, ഹാക്കർ. ട്രൈഡൻറ്റ് 2 കിട്ടി. എൻ്റെ ട്രൈഡൻറ്റ് പോയി. ആ ചെറുക്കൻ്റെ കിട്ടിയിട്ടുണ്ടോ അപ്പം? എൻ്റെ ബോട്ടിൽ കയറിയത് ചെറുക്കൻ്റെ ട്രൈഡൻറ്റ്. നമുക്ക് എന്നിട്ട് മൈൻക്രാഫ്റ്റും റെയിലൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പവർ റെയിൽ ഉണ്ടാക്കാനുള്ള റെസ്റ്റോൺ ഉണ്ട് ഇവിടെ. എനിക്ക് ട്രൈഡൻറ്റ് കിട്ടി. വില്ലേജർ പോയി ട്രൈഡൻറ്റ് കിട്ടില്ല. റയർ ഐറ്റം. വില്ലേജറെ എൻ്റെ ഈ വില്ലേജർ റയറുണ്ട്. കാരണം എൻ്റെ ഈ വില്ലേജറെ കിട്ടാനില്ല. വില്ലേജില്ല. വേറെ കാര്യം. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് കേട്ടെ. ഫസ്റ്റ് ചാവുന്ന എനിക്കറിയൂടാ. ഇതൊരു മോളോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ. നമ്മൾ ഇങ്ങനെ പവർ വിടാൻ പാടില്ല. എന്നാലേ കയറുള്ളൂ. കണ്ടോ? എന്നാലേ കയറുള്ളൂ. വില്ലേജർ എനിക്കിപ്പോൾ ഡാമേജ് അടിക്കല്ല. ഇവിടെ പെടൂലേ? ശരിയാണല്ലോ. ഇവിടെ എന്തെങ്കിലും വെക്കണം. പവർഫുള്ളാ. ഇവിടെ എന്തെങ്കിലും ചെയ്യണം. ബോട്ട് കൂടെ നോക്കി. റൈഡാണ് പൊട്ടി. ഇത് ഇവിടം വരെ എത്തിച്ചിട്ട് അവനെ ലീഷ് വെച്ചുകൊണ്ട് വലിക്കുക. ഇങ്ങനെ ലീഷ് വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറാം. ഓക്കെ, ബോട്ട് വന്നേ. ടെസ്റ്റ് ചെയ്തോട്ടെ. ഒന്നേ എടാ വാടാ. അല്ലെങ്കിൽ റെയിലും മൈക്കറാട്ടും വെക്കാം. അവിടെ റെയിൽ മാത്രം വെച്ചിട്ട് മൈക്കറാട്ട് എൻ്റെ കയ്യിൽ വെക്കാം. ഇവിടെ വരെ എത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എത്തും. ഓക്കെ, ഇവിടെ എത്തി കഴിഞ്ഞിട്ട് മൈൻക്രാഫ്റ്റ് അല്ലെങ്കിൽ ലീഷ് ടൈലൻറ്റിന് ഇതൊന്നും ഇല്ല കേട്ടോ. മൈൻക്രാഫ്റ്റ് അല്ലെങ്കിൽ ലീവോട്ട് അടിച്ചിട്ട് ലീഷ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത്രയും ബ്ലോക്ക് ഇട്ടിട്ട് മുകളിലോട്ട് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഉണ്ടോ അവനിങ്ങനെ വാഴും. എന്നിട്ട് നമ്മൾ ബാക്ക് അടിച്ച് താഴത്ത് പോയിട്ട് എൻ്റെ വീട്ടിലോട്ട് മൈൻക്രാഫ്റ്റും റെയിൽ ഇങ്ങനെ വെച്ച് അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോവാം. ഇവനും ഇങ്ങനെ വലിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ട് ആ ടണലിൽ കയറും. ഇത് ഈ ടണലിൽ കയറൂല. അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അയ്യോടാ. എനിക്ക് ഇത്രയും ബ്ലോക്ക് മാത്രമേ പോയുള്ളൂ. എൻ്റെ ചെറിയ പ്രശ്നം പോയി. അപ്പം വുഡും കിട്ടിയില്ല. എൻ്റെ ആ ചെസ്റ്റ് ഞാൻ മാറ്റിയില്ല കേട്ടോ ഇതുവരെ. ന്യൂട്രി മാനേജ്മെൻറ്റ് ഇതൊക്കെ ഇട്ടിരിക്കട്ടെ. ആവശ്യം വരും. ബുക്ക് എല്ലാം എടുക്കട്ടെ. ഇതെന്തിനാ ഡിസ്പെൻസർ എന്തിനാ ഉണ്ടാക്കുന്നത് വെച്ചാൽ വൂൾ ഫാം ഉണ്ടാക്കാൻ ഇരുന്നതാണ്. ഇത് വേറെ വൂൾ ഫാം ഉണ്ടാക്കാൻ ഇരുന്നതാണ്. അപ്പോഴാണ് ഞാൻ വില്ലേജ് കണ്ടടിക്കാൻ പോയത്. പിന്നെ വില്ലേജ് കണ്ടടിച്ചിട്ട് പോയി ഞാൻ അതിൻ്റെ ഒപ്പം പോയി. നാളെ വൂൾ ഫാം അല്ലെങ്കിൽ നാളെ വീടുണ്ടാക്കിയിട്ട് പിന്നെ വൂൾ ഫാം ഉണ്ടാക്കാം. വൂൾ ഫാം തന്നെ നെതറേറ്റ് മൈങ്ങനെ കേട്ടാ. പിന്നെ നെതറി കയറണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നെതറിൽ ഫോർട്രസ് കൊണ്ടുപിടിക്കണം. ഫോർട്രസ് നല്ല ദൂരത്താണ്. ഈ വില്ലേജ് കയറുന്ന പോലെ നല്ല ദൂരത്താണ്. ഇത് ബോട്ട് വിട്ടിട്ടുണ്ട്. അതിൽ ഇതുണ്ടാക്കിയിട്ടാണ് ഞാൻ ഓഫ് ക്യാമറയിൽ അമ്മമാരെ കൊണ്ടുവന്നോളാം. ഇനി കുറേ ദൂരം പോകണം എനിക്ക്.
ഞാൻ ആ വില്ലേജ് ഒന്നുകൂടി കണ്ടുപിടിച്ചാൽ കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ ആ വില്ലേജിൻ്റെ ഇവിടത്തെ കോർഡിനേറ്റ് എഴുതിയെടുക്കാം. വെയിറ്റ് ഈ ബ്ലോക്കിലെ കോർഡിനേറ്റ് എടുക്കാം. ഇതാണിപ്പോൾ ഞാൻ കോർഡിനേറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ വീഡിയോ ഓക്കെ ഗൈസ്, ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ 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 കേട്ടോ. S24 Ultra ആണോ? അതെ, ഇതാണ് മൈൻക്രാഫ്റ്റിലെ S24 Ultra. ബൈ ബൈ.